സ്റ്റോറി പ്രണയിനി. പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ VI. എന്ത്? അമ്മാള് വിശ്വസിക്കാനാവാതെ മരച്ചുവട്ടിലെ കൽബെഞ്ചിൽ നിന്നും ചാടി എഴുന്നേറ്റു. സത്യം, ശരിക്കും ഇഷ്ടമാണ്. ദേ, ഇതല്ലേ ബുക്ക്? പൊടിമോള് ബുക്കുമായി വന്നു. തരുൺ ബുക്ക് വാങ്ങി തൻ്റെ ബാഗിൽ വെച്ചു. ബസ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ പൊടിയും തരുണും ഓരോന്ന് സംസാരിക്കുമ്പോൾ അമ്മാള് എന്തോ ആലോചനയിലായിരുന്നു. അവളുടെ ആ മൗനം തരുണും ശ്രദ്ധിച്ചിരുന്നു. ആശാന്റെ വീട്ടിൽ നിന്നും ഭദ്രൻ നേരെ പോയത് അമ്മാളുവിൻ്റെ വീട്ടിലേക്കാണ്. അവൻ അമ്മാളുവിൻ്റെ അച്ചമ്മയോട് പൊടിമോളെക്കുറിച്ചുള്ള കാര്യം പറയണോ വേണ്ടയോ എന്നുള്ളത് ഒരുപാട് ചിന്തിച്ചിരുന്നു. വരുൺ പറഞ്ഞു കേട്ടിടത്തോളം അവൻ നല്ല പയ്യനൊക്കെ തന്നെയാണ്. പക്ഷേ അമ്മാളുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നീട് അവളുടെ അനിയത്തിയും എവിടെയോ എന്തോ പൊരുത്തക്കേടുള്ള പോലെ. എന്തായാലും ഈ കാര്യത്തെക്കുറിച്ച് കൊച്ചിൻ്റെ അച്ചമ്മയോടൊന്ന് സൂചിപ്പിച്ചേക്കാം. പിന്നീട് എന്താന്ന് വെച്ചാൽ അവർ വീട്ടുകാർ തീരുമാനിക്കട്ടെ. നാളെ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു കുറ്റബോധം തോന്നരുതല്ലോ. അവൻ അമ്മാളുവിൻ്റെ വീടിന് മുന്നിൽ വണ്ടി നിർത്തി. ബെല്ലടിച്ചിട്ടും ആരെയും കാണാതായപ്പോൾ അവൻ പുറത്തൂടെ വെറുതെ നടന്നു. വീടിൻ്റെ പിൻവശത്തു നിന്നും ശബ്ദം കേട്ടവൻ അവിടേക്ക് പോയി. അവിടെ ഒരു സ്ത്രീ അടുക്കളത്തോട്ടത്തിലെ പുല്ല് പറിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തായി അച്ചമ്മയും നിൽക്കുന്നുണ്ട്. അമ്മാള് കുഞ്ഞു വിരുന്നിന് വന്നിട്ട് എന്തായി അകത്തമ്മേ? ശാരദ പയറിന് ചുവട്ടിലുള്ള പുല്ലുകൾ പറിച്ചു മാറ്റിക്കൊണ്ട് ചോദിച്ചു. എന്താവൻ, പോകുന്നതിന് മുമ്പ് വൈകിയായിട്ട് ചെറിയൊരു വഴക്കുണ്ടായി. അല്ലെങ്കിലും അവക്ക് എല്ലാവരോടും വഴക്കുണ്ടാക്കി നടക്കണതാണല്ലോ ഇഷ്ടം. ഇവിടെ ആവുമ്പോൾ ഞാനും അവളും നേർക്ക് നേരെ കണ്ട അപ്പം വഴക്കായിരിക്കും. തർക്കുത്തരം പറച്ചിൽ വേറെ. അതൊക്കെ ആ പ്രായത്തിൻ്റെ അല്ലേ. ഒരാളുടെ വീട്ടിൽ കയറി ചെന്നാൽ അതൊക്കെ ശരിയായിക്കോളുന്നേ. ആ, ശരിയായ അവൾക്ക് നന്ന്. പിന്നെ ഇവിടുത്തെ സുഖമൊന്നും അവിടെ കിട്ടില്ലല്ലോ. മേലാണെങ്കിൽ പണിയെടുക്കേണ്ടി വരും. ഭദ്രയല്ലേ ആള്. പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ അവള് വിവരം അറിയും. പിന്നെ വിരുന്നിന് വന്നപ്പോഴേക്കും ആകെ ക്ഷീണിച്ചിരുന്നു. പനിയാണെന്നൊക്കെയാ പറഞ്ഞ്. ആർക്കറിയാം എന്താ സത്യമൊന്നും. അതൊരു ചെറിയ കുട്ടിയല്ലേ. അവനാണെങ്കിൽ ഒത്തൊരു പുരുഷനും താങ്ങനുണ്ടാവില്ല. അതിൻ്റെയൊക്കെ ആയിരിക്കും ക്ഷീണം. മാത്രമല്ല, ആ ചെറുക്കൻ്റെ ഒരു കൈക്കില്ല ഈ പെണ്ണ്. ഇനി എന്തായാലും അവളുടെ വിധി. പക്ഷെ ആ ചെറുക്കൻ നല്ലൊരു പയ്യനാ. എന്തൊരു ഐശ്വര്യ കാണാൻ. എൻ്റെ പൊടിമോൾക്ക് നന്നായിട്ട് ചേരുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, വിധി അവനെ ആ അഹങ്കാരിക്ക് കൊടുത്തില്ലേ. അവൾ ഈ വീട്ടിൽ നിന്ന് പോയതോടെ എൻ്റെ പൊടിമോളുടെ സമയം തെളിഞ്ഞു. എൻ്റെ മരുവോളിപ്പോൾ സ്വന്തം മോളെ പോലെയല്ലേ നോക്കുന്നേ. ദാ ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ടൗണിലേക്ക് പോയിരിക്കുന്നതേ ഉത്സവത്തിന് പൊടിമോൾക്ക് ഡ്രസ്സ് എടുക്കാനാ. ആ മൂദേവി ഇവിടെ ഉള്ള കാലത്ത് എൻ്റെ മരുമോളെന്ന് പറയുന്നവള് പൊടിമോളെ തിരിഞ്ഞു നോക്കൂടി ഉണ്ടായിരുന്നില്ല. ഇപ്പം കണ്ടില്ലേ, എല്ലാം ഞാൻ വിചാരിച്ച പോലെ തന്നെയായി തീർന്നു. അല്ലെങ്കിലും അകത്തമ്മക്ക് എന്നും അമ്മാളു രണ്ടാം തരക്കാരിയായിരുന്നല്ലോ. ശാരദ അത് പറഞ്ഞതും അച്ചമ്മ ഒന്ന് ചിരിച്ചു. അവൾ എന്നും എനിക്ക് രണ്ടാം സ്ഥാനക്കാരി തന്നെയാണ്. അതുകൊണ്ടല്ലേ നല്ല ഒന്നാന്തര എഞ്ചിനീയറിൻ്റെ ആലോചന വന്നിട്ടും ഞാൻ അവളെ ആ ബസ് ഡ്രൈവറെ കൊണ്ട് കെട്ടിച്ചത്. അച്ചമ്മയും ശാരദയും ഉറക്ക ചിരിക്കുമ്പോൾ അറിഞ്ഞിരുന്നില്ല ഇതെല്ലാം കേട്ട് തിരിഞ്ഞു നടക്കുന്നവന്. അമ്മാള് വീട്ടിലേക്ക് വരുമ്പോൾ ഇന്നലത്തെ പോലെ ഭദ്രാമ്മ അവളെ നോക്കിയിരിക്കുന്നുണ്ട്. ഭദ്രൻ എപ്പോഴാണ് വന്നേ? കുറച്ചു നേരമായി. വന്നതും കയറി കിടന്നു. ഞാൻ കുഞ്ഞു വരാൻ കാത്തു നിൽക്കുമായിരുന്നു. കുടുംബശ്രീയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ അതിന് പോവാം. ചായ എടുത്തു വച്ചിട്ടുണ്ട്, എടുത്ത് കുടിച്ചോട്ടോ. ഭദ്രാമ്മ വേഗം വരുമോ? വരാൻ നോക്കാം. മീറ്റിംഗ് അല്ലേ, അതുകൊണ്ട് എപ്പോഴാ കഴിയാന്ന് പറയാനും പറ്റില്ല. അതും പറഞ്ഞ് അമ്മ പുറത്തേക്ക് പോയതും അമ്മാളും അകത്തേക്ക് കയറി. ഉമ്മറത്തെ വാതിൽ ചാരി റൂമിലേക്ക് വരുമ്പോൾ മുഖത്തിന് കുറുകെ കൈവച്ച് ഭദ്രൻ കിടക്കുന്നുണ്ട്. അവൾ ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൽ പോയി.
ഡ്രസ്സ് മാറി വന്ന് ഭദ്രനെ ചായ കുടിക്കാൻ വിളിക്കുക എന്ന് കരുതിയെങ്കിലും പിന്നീട് വേണ്ടെന്ന് വെച്ച് അടുക്കളയിലേക്ക് നടന്നു. ചായ കുടിച്ചു. അമ്മ പണികളൊക്കെ ഒതുക്കി വച്ചിട്ടാണ് പോയിരിക്കുന്നത്. അവൾ റൂമിൽ വന്ന് ഭദ്രൻ്റെ അരികിലായി കിടന്നു. ഉറക്കം എഴുന്നേറ്റ ഭദ്രൻ കാണുന്നത് തൻ്റെ അരികിൽ കിടന്നുറങ്ങുന്ന അമ്മാളുവിനെയാണ്. അവളുടെ മുഖം കാണുന്തോറും അവൻ്റെ മനസ്സിലേക്ക് അച്ചമ്മയുടെ വാക്കുകളാണ് ആദ്യം തെളിഞ്ഞു വന്നത്. ഞാൻ ഒരിക്കലും നിനക്ക് ചേർന്നവനല്ലേ കൊച്ചേ. നിനക്ക് എന്നേക്കാൾ നല്ല ആളെ കിട്ടുമായിരുന്നല്ലോ. നിന്റെ അച്ചമ്മയുടെ മനസ്സിൽ ഇത്രക്കും വിഷമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഒന്നും വേണ്ടായിരുന്നു, ഈ കല്യാണം നടക്കണ്ടായിരുന്നു. അവൻ അവളുടെ കഴുത്തിലെ താലി പതിയെ കയ്യിലെടുത്തു. താലിയിലായി കൊത്തിവച്ചിരിക്കുന്ന തൻ്റെയും അവളുടെയും പേരിലൂടെ ഒന്ന് വിരലൊടിച്ചു. ഫോൺ റിങ് ചെയ്യുന്ന കേട്ടാണ് അമ്മാള് കണ്ണു തുറന്നത്. പെട്ടെന്ന് എഴുന്നേക്കാൻ നിന്നതും കഴുത്തിൽ ഒരു മുറുക്കം. അപ്പോഴാണ് തൻ്റെ താലിയിൽ പിടിച്ച് കിടന്നുറങ്ങുന്ന ഭദ്രനെ അവൾ കാണുന്നത്. അവനെ ഉണർത്താതെ പതിയെ താലിയിലെ പിടി അടർത്തി മാറ്റി എഴുന്നേൽക്കുമ്പോഴേക്കും കോള് കട്ടായിരുന്നു. തരുണിൻ്റെ കോളാണ്. വൈകുന്നേരം പൊടി കൂടെ ഉള്ളത് കൊണ്ട് പിന്നീട് അവനോടൊന്നും സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. തിരിച്ചു വിളിക്കാൻ ഫോൺ എടുത്തപ്പോഴാണ് സമയം ശ്രദ്ധിച്ചത്. സമയം 7 മണി കഴിഞ്ഞിരിക്കുന്നു. അവൾ ഫോൺ ടേബിളിൽ വെച്ച് പുറത്തേക്ക് വന്നപ്പോൾ ഹാളിൽ ഭദ്രാമ്മ ഇരുന്ന് TV കാണുന്നുണ്ട്. ഒപ്പം രാത്രിയിലേക്കുള്ള പയറൊടിക്കുകയും ചെയ്യുന്നുണ്ട്. ഭദ്രാമ്മ എപ്പോഴെത്തിയേ? കുറെ നേരമായോ? 6:30 ആ ചെറുക്കനെന്താ എന്ന് ചായയൊന്നും വേണ്ടേ? അമ്മ ചോദിച്ചപ്പോഴാണ് ഭദ്രൻ ചായ കുടിക്കാത്ത കാര്യം അവളും ഓർത്തത്. ഉറങ്ങാം, ഞാൻ വിളിക്കാം. അവൾ വീണ്ടും റൂമിലേക്ക് വരുമ്പോൾ ഭദ്രൻ കണ്ണ് തുറന്ന് കിടക്കുന്നുണ്ട്. ഒപ്പം കാര്യമായ എന്തോ ആലോചനയിലാണ്. ചായ വേണ്ടേ ഭദ്ര? അവനൊന്ന് മൂളിക്കൊണ്ട് എഴുന്നേറ്റു. നിനക്ക് എന്താണ് ശ്രീകുട്ട പറ്റിയേ? ഭക്ഷണം കഴിക്കാൻ നേരം മൊത്തം കഴിക്കാതെ വെറുതെ പ്ലേറ്റിൽ വിരലോടിച്ചിരിക്കുന്നവനെ കണ്ട അമ്മ ചോദിച്ചു. എനിക്കെന്തു പറ്റാൻ? അതെനിക്ക് എങ്ങനെ അറിയാനാ? വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ നിന്റെ പതിവില്ലാത്തൊരാലോചനയും ഇരിപ്പും. ഒന്നുമില്ലമ്മ, എനിക്ക് മതി, ഞാൻ എഴുന്നേക്കാം. അതും പറഞ്ഞവൻ കഴിക്കൽ നിർത്തി എഴുന്നേറ്റു. അവന് എന്താ കുഞ്ഞെ പറ്റിയേ? അറിയില്ല ഭദ്രാമേ. എന്നാ കുഞ്ഞ് കഴിക്ക്. അമ്മാളും ശ്രദ്ധിച്ചിരുന്നു അവൻ്റെ മുഖത്തെ ഒരു തെളിച്ചക്കുറവ്. ഭക്ഷണം കഴിച്ച് അടുക്കളയെല്ലാം ഒതുക്കി അവൾ റൂമിലേക്ക് വരുമ്പോൾ ഭദ്രൻ കിടന്നിരുന്നു. അവൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചറിയണമെന്നുണ്ടായിരുന്നുവെങ്കിലും അവൻ ഉറങ്ങിയതിനാൽ അവൾ വാതിൽ ചാരി ലൈറ്റ് ഓഫാക്കി ബെഡിൽ വന്ന് കിടന്നു. ഭദ്രൻ തിരിഞ്ഞു കിടക്കുന്നതിനാൽ അവൻ്റെ മുഖം കാണുന്നുണ്ടായിരുന്നില്ല. അമ്മാള് പതിയെ ചെരിഞ്ഞു കിടന്ന് അവൻ്റെ വയറിലൂടെ കൈ ചുറ്റിപ്പിടിച്ച് അവൻ്റെ പുറത്ത് മുഖം ചേർത്ത് കിടന്നു. അമ്മാളുവിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്തതിനാൽ കണ്ണടച്ചുറങ്ങുന്ന പോലെ കിടന്നിരുന്ന ഭദ്രൻ ഒന്ന് ഞെട്ടി. അത് അമ്മാളുവിന് മനസ്സിലായിരുന്നു. എന്താ ഭദ്ര നിനക്ക് പറ്റിയേ? നിനക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ? അവൻ്റെ മേലുള്ള പിടി ഒന്നുകൂടി മുറുക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ഈ കല്യാണം വേണ്ടായിരുന്നു എന്ന് കൊച്ചിന് തോന്നുന്നുണ്ടോ? ഈ തീരുമാനം തെറ്റായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? എന്താ ഇപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ ഭദ്ര? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്നേക്കാൾ എത്രയോ നല്ല ചെറുക്കന്മാരുടെ കല്യാണാലോചനകൾ കൊച്ചിന് വന്നതാ. എന്നിട്ട് എന്തിനാ വെറും ഒരു ബസ് ഡ്രൈവറെ കെട്ടിയത്? അവളുടെ മുഖത്ത് പോലും നോക്കാതെ തിരിഞ്ഞു കിടന്നാണ് അവൻ്റെ ചോദ്യം. ഭദ്ര, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഭദ്രൻ്റെ അഭിപ്രായത്തിൽ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ നല്ലത്? രണ്ടും നല്ലതാ. ഓരോന്നിനും അതിൻ്റെതായ ഗുണവും ദോഷവും ഉണ്ട്. ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം ഇതല്ലല്ലോ. അവൻ ചോദിച്ചതും അമ്മാളുവിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. നമ്മൾ ലവ് ചെയ്ത ആളെ തന്നെ അറേഞ്ച് മാരേജ് ചെയ്യാൻ പറ്റിയ എങ്ങനെയിരിക്കും? നമുക്ക് സന്തോഷമല്ലേ തോന്നുക? അപ്പോൾ എങ്ങനെയാണ് ഈ കല്യാണം വേണ്ടായിരുന്നില്ല എന്ന് തോന്നുക? അമ്മാള് ചോദിച്ചതും ഭദ്രൻ ഒരു ഞെട്ടലോടെ അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നു. എൻ്റെ ഹൃദയം മുഴുവൻ നിന്നോടുള്ള സ്നേഹ ഭദ്ര. എന്താ നിനക്കത് മനസ്സിലാവാത്ത? അവൾ അത് ചോദിച്ചതും അന്ന് ആദ്യമായി ഭദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നീ പറഞ്ഞത് സത്യമാണോ? നിനക്കെന്നെ ഇഷ്ടമായിരുന്നോ? അതേത് തരത്തിലുള്ള ഇഷ്ടമാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഭദ്ര. പക്ഷേ ഇപ്പം ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിന്നെയാണ്. അവൾ അത് പറഞ്ഞതും അവൻ്റെ ഹൃദയമിടിപ്പേറി. എന്നെ നിനക്ക് ഇഷ്ടമല്ലേ ഭദ്ര? അതാണോ ഇങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ഭദ്രന് അതിനൊരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത്ര ദിവസം തൻ്റെ അരികിൽ അവൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാ ആ സ്നേഹം തനിക്ക് മനസ്സിലാക്കാൻ കഴിയാഞ്ഞത്? അവളുടെ ഓരോ നോട്ടത്തിലും സംസാരത്തിലും തന്നോടുള്ള ഇഷ്ടം നിറഞ്ഞു നിന്നിരുന്നു. ഭദ്രൻ ഒന്ന് പിറകിലേക്ക് ചിന്തിച്ചു നോക്കി. പറ ഭദ്ര, എന്നെ നിനക്ക് ഇഷ്ടമല്ലേ?
ഭാര്യയായിട്ട് കാണാൻ കഴിയും. പറഞ്ഞു പൂർത്തിയാക്കും മുമ്പേ ഭദ്രൻ അവളെ ആഞ്ഞു പുണർന്നിരുന്നു. ഞാൻ എങ്ങനെയാണ് നിന്നെ സ്നേഹിക്കാതിരിക്കുക? നീ എൻ്റെ അടുത്തുണ്ടായിട്ടും ഞാൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ലല്ലോ. അത് ചോദിക്കുന്നതിനൊപ്പം അവൻ്റെ സ്വരവും ഇടറിയിരുന്നു. അതെൻ്റെ കുഴപ്പമാണോ? അമ്മാള് മുഖം കൂർപ്പിച്ച് ചോദിച്ചതും ഭദ്രൻ അവളുടെ നെറുകയിലായി ഉമ്മ വച്ചു. എന്നെ ഇട്ടിട്ട് പോവോടി? അവൻ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് ചോദിച്ചതും അമ്മാള് സംശയത്തോടെ അവനെ നോക്കി. നിനക്കറിയാലോ, ഞാൻ കള്ളുകുടിയനാ, വഴക്കുണ്ടാക്കും. മാത്രമല്ല എനിക്ക് അവൻ പറയാൻ വന്നത് മുഴുവൻ പറയുന്നതിന് മുമ്പേ അമ്മാള് തടഞ്ഞു. ഞാൻ സ്നേഹിച്ചത് നിന്നെ മാത്രം എന്ന് വെച്ച് ആവശ്യമില്ലാതെ തല്ലുകൊള്ളുന്നതും കള്ളുപിടിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. ഇല്ല എൻ്റെ കൊച്ചേ, അവളെ ഇറുക്കെ പുണർന്നുകൊണ്ട് അവൻ പറഞ്ഞു. നിനക്ക് നിന്റെ അച്ഛനെ കാണണമെന്ന് തോന്നിയിട്ടില്ലേ ഭദ്ര? ഇല്ല, എൻ്റെ ഭദ്രയെ വേണ്ടാത്തവനെ എനിക്കും വേണ്ട. പിന്നെ നിന്റെ തന്തയെ പോലുള്ള ആളാണെങ്കിൽ അതിനേക്കാൾ നല്ലത് അങ്ങനെ ഒരാളില്ലാതിരിക്കുന്ന. എന്താ ഭദ്ര? അവൾ മനസ്സിലാവാതെ ചോദിച്ചു. ഒന്നുമില്ല, കിടന്നുറങ്ങാൻ നോക്ക്, സമയം കുറേ ആയി. ഭദ്രൻ പറഞ്ഞതും അമ്മാള് കണ്ണടച്ച് കിടന്നു. ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ പെണ്ണെ ആ വീട്ടിൽ നിന്റെ അവസ്ഥ. പക്ഷെ ഒരിക്കലും ഈ വീട്ടിൽ നിനക്ക് അങ്ങനെ ഒരവസ്ഥ വരില്ല. ഉറങ്ങുന്നവളുടെ നെറുകയിലൊന്ന് ഉമ്മ വച്ചുകൊണ്ട് അവനും കണ്ണടച്ച് കിടന്നു. പിറ്റേന്ന് രാവിലെ അമ്മാളും എഴുന്നേറ്റിട്ടും ഭദ്രൻ ഉണർന്നിരുന്നില്ല. ഇവിടെ വന്ന് ഇതുവരെ ഭദ്രൻ വൈകി എഴുന്നേറ്റിട്ടില്ല. തന്നെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നവൻ്റെ കൈകൾ എടുത്തു മാറ്റി അമ്മാളും എഴുന്നേറ്റു. സമയം നോക്കുമ്പോൾ 7:30 ആവാറായിരുന്നു. അവൾ മുഖം കഴുകി പല്ല് തേച്ച് ഭദ്രൻ്റെ അരികിലായി വന്നിരുന്നു. ഭദ്ര, എഴുന്നേക്കുന്നില്ലേ? അവൾ തട്ടി വിളിച്ചതും ഭദ്രൻ പതിയെ കണ്ണു തുറന്നു. ഇന്ന് പോകുന്നില്ലേ ഭദ്ര? സമയം 7:30 ആയി. 7:30യോ? ഭദ്രൻ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. പിന്നീട് ഒരു തിരക്കായിരുന്നു. അവൻ വേഗം എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടി. വേഗം കുളി കഴിഞ്ഞിറങ്ങി അലമാരയിൽ നിന്നും ഒരു കാക്കി ഷർട്ട് എടുത്തിട്ട് അടുക്കളയിലേക്ക് വേഗത്തിൽ നടന്നു. അമ്മാളും അടുക്കളയിലേക്ക് വരുമ്പോൾ അമ്മ ചപ്പാത്തി ഉണ്ടാക്കുകയായിരുന്നു. അടുത്തായി ഭദ്രൻ ഇരുന്ന് കഴിക്കുന്നുമുണ്ട്. സമയം വൈകിയതിനാൽ തിരക്കിട്ടാണ് കഴിപ്പ്. എടാ, ചായ കുടിച്ചിട്ട് പോടാ. ഗ്ലാസ്സിലേക്ക് ചായ പകർത്തിക്കൊണ്ട് അമ്മ പറഞ്ഞു. വേണ്ട, അത് നല്ല ചൂടാ. അവൻ വേഗം കൈ കഴുകി അമ്മയുടെ കവിളിൽ ഉമ്മ വെച്ച റൂമിലേക്ക് ഓടി. സോറി അമ്മ, എഴുന്നേക്കാൻ വൈകിപ്പോയി. അമ്മ എല്ലാം ഒറ്റക്ക് ചെയ്യേണ്ടി വന്നല്ലേ? അതൊന്നും സാരമില്ല കുഞ്ഞെ. കുഞ്ഞി ചായ അവനും കൊണ്ട് കൊടുത്തേക്ക്. രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ ചെറുക്കന് തലവേദന വരും. ചായയുടെ ചൂടാറ്റി അമ്മ അമ്മാളുവിൻ്റെ കയ്യിലേക്ക് ഗ്ലാസ് കൊടുത്തു. അവൾ റൂമിൽ ചെല്ലുമ്പോൾ ഭദ്രൻ ഇറങ്ങാൻ നിൽക്കായിരുന്നു. ടേബിളിന് മുകളിൽ ഇരിക്കുന്ന വാച്ചെടുത്ത് കയ്യിൽ കെട്ടി പോക്കറ്റിൽ ഫോൺ വെച്ച് തിരിഞ്ഞതും പിന്നിൽ അമ്മാളും. ചൂടാറ്റിയിട്ടുണ്ട്. അവൾ ഗ്ലാസ് നീട്ടി പറഞ്ഞതും ഭദ്രൻ അത് വാങ്ങി. അമ്മാളു ബെഡ് ശരിക്ക് വിരിച്ചിട്ട് തിരിഞ്ഞതും ഭദ്രൻ അവളുടെ പിന്നിലൂടെ വന്ന് പുണർന്നു. നേരം വൈകി, ഞാൻ പോവാ വച്ചേ. അവൻ പറഞ്ഞതും അമ്മാള് തലചരിച്ച് അവനെ നോക്കിയ അതേ സമയം ഭദ്രൻ അവളുടെ കവിളിലായി ഉമ്മ വച്ചു. അവൾ തലചരിച്ചതിനാൽ തന്നെ നേരെ ഉമ്മ കെട്ടിയത് അവളുടെ ചുണ്ടിലാണ്. ഒരു നിമിഷം ഇരുവരും ഒന്ന് വിറച്ചുപോയി. അത് ഞാൻ അറിയാതെ, സോറി. അവളുടെ മുഖം കണ്ട് ഭദ്രൻ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. അപ്പോഴും അവൾ അതേ നിൽപ്പ് തന്നെയാണ്. അത് കണ്ട് ഭദ്രന് ചെറിയൊരു പേടി തോന്നി. പെണ്ണിനി അമ്മയോടെങ്ങാൻ പോയി പറഞ്ഞാൽ പിന്നെ ഇവിടേക്ക് വരേണ്ട കാര്യം തന്നെയില്ല. എടി, ഞാൻ വേണമെന്ന് വെച്ചല്ല, അറിയാതെ ചെയ്തതാ, ക്ഷമിച്ചേക്കു വച്ചേ. തുടരും.